വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. വണ്ടി നിർത്തിരാ. എന്താ നിർത്തി. ആ വരുന്ന പത്രോസിന്റെ ഭാര്യയല്ലേ? ആ അതെ. എന്തേ? അല്ലടാ, അവരോട് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട്. ചേട്ടാ, അത് വേണോ? അയാള് പത്രോസേട്ടൻ ചേട്ടനോട് എന്തെങ്കിലും കാണിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചിയൊന്നും പറയരുത്. എന്ത് പറയാൻ? അല്ല, പത്രോസേട്ടൻ കിടപ്പിലായ സ്ഥിതിക്ക് ഈ ചേച്ചിയെ ചേട്ടൻ എന്തുവേണമെങ്കിലും പറയാലോ. അതെ, പറയാം. എടാ, ഈ പത്രോസ് എന്നോട് ഒരുപാട് ഉപദ്രവം ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അദ്ദേഹത്തിന്റെ ഭാര്യയോട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിച്ച് ഈ പത്രോസിനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ അത്രയ്ക്ക് തരം താഴ്ന്നവനാണെന്ന് നീ കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. എന്നാലും എനിക്കൊരു സംശയം, അതാ. എങ്കിൽ ഒട്ടും സംശയം വേണ്ട. ഈ പത്രോസിനോട് പ്രതികാരം ചെയ്യാൻ എന്ത് ഹീന മാർഗവും ഞാൻ സ്വീകരിക്കും. ചേട്ടാ, എങ്കിൽ ഞാൻ പോണു. നിക്കടവിടെ. ഇവിടെ ഇവരോടൊപ്പം ഞാൻ സംസാരിക്കുമ്പോ നീ ഒരു സാക്ഷിയായിട്ട് ഇവിടെ വേണം. പെങ്ങളെ, എന്താ പെങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? പേടിക്കണ്ട. പത്രോസ് എന്നോട് പെരുമാറിയതിന് പകരമായി ഞാൻ പറയാൻ പ്രവർത്തിക്കൊന്നും ചെയ്യില്ല. ഇപ്പൊ പത്രോസിന് എങ്ങനെയുണ്ട്? എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. ഓ, എല്ലാത്തിനും ഒരാളടുത്തു വേണം. പെങ്ങളിപ്പോ എവിടെ പോയിട്ട് വരിക? ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴിയാ. ഓ, മരുന്ന് തീരുമ്പം ചെന്ന് വിവരം പറഞ്ഞ് മേടിച്ചോണ്ട് വരും. എങ്ങനെ നടന്നിരുന്ന പത്രോസ. അതെ അതെ. ദേ, എനിക്ക് പുള്ളിയോട് ഒരു വിരോധമില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ. പിന്നെ ഇപ്പൊ ചേട്ടന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പഴയ ദേഷ്യം എല്ലാം മാറിയിട്ടുണ്ട്. ശരിയാവും ലില്ലി, നോക്കിക്കോ. പത്രോസ് എഴുന്നേറ്റ് നടക്കും. ദാ ഇതുപോലെ വഴിയിൽ നിന്നും സംസാരിക്കും. എങ്കിൽ പിന്നെ പെങ്ങളെ ചെല്ല്. എന്റെ ക്ലീറ്റസ് ഏട്ടാ, നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. എന്നെ അങ്ങോട്ട് പേടിപ്പിച്ചു കളഞ്ഞു. അല്ല, ഞാൻ വിചാരിച്ചു ആ ചേച്ചിയെ ചേട്ടൻ എന്തെങ്കിലും പറയൂന്ന്. നിങ്ങൾ ഇത്രയ്ക്ക് നല്ലൊരു മനസ്സുള്ള ആളാന്ന് ഞാൻ കരുതിയില്ല. അല്ല, ചേട്ടനെ എന്തോരം ഉപദ്രവിച്ച ആളാ പുള്ളി. എന്നിട്ടും അതെല്ലാം മറന്ന് ആ ചേച്ചി സമാധാനിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. സമാധാനിപ്പിക്കാനോ? ഞാനോ? എടാ, അവൻ എന്നെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടെന്ന് നിനക്കറിയോ? പണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്ന സമയത്ത് ഞാൻ ഇവനെ ജാമ്യം നിർത്തി ഒരു ലോൺ എടുത്തു. അത് തിരിച്ചടയ്ക്കാൻ കുറച്ച് വൈകിയതിന്റെ പേരില് ഇവനെ നടു റോഡിൽ നിർത്തി നാണം കടത്തി എന്റെ കരണക്കുറ്റിക്ക് അടിച്ചു. അതുമാത്രല്ല, അങ്ങനെ പലതും ഇവ എന്നോട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പൊന്നുമോൻ പത്രോസിനോട് ഈ ക്ലീറ്റസ് ക്ഷമിക്കാനോ? അതിന് കാക്ക മലർന്നു പറക്കണം. അല്ല, അപ്പൊ ആ ചേച്ചിയോട് ചേട്ടൻ ഇത്രയും നേരം പറഞ്ഞോ? അതൊക്കെ ചുമ്മാ എന്റെ ഒരു നമ്പറാടാ. അയാളെ കിടപ്പ് കിടന്ന പോരാ, മുട്ടിലിഴയണം. ഒരു പുഴുവിനെ പോലെ നറുകിച്ച് തീരണം ആ ദുഷ്ടൻ. അല്ല, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ തീരും. ചേട്ടാ, ചേട്ടാ അതെല്ലാം മറക്കണം. ഇപ്പൊ ആ ചേച്ചി പറഞ്ഞ കേട്ടില്ലേ, പത്രോസേട്ടന് പഴയതിലും മാറ്റം ഉണ്ടെന്ന്, ദേഷ്യ സ്വഭാവമൊക്കെ പോയിന്ന്. മാറാതെ പിന്നെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ അയാൾ എന്ത് ചെയ്യാനാടാ? അതുകൊണ്ടൊന്നും അയാളോടുള്ള എന്റെ കലി അടങ്ങില്ല. കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ദ്രോഹിക്കും. ഇതേപോലെ ചക്രവർത്താനം പറഞ്ഞു തന്നെ. അയാൾ ഒരു കാലത്തും എഴുന്നേറ്റ് വരരുത്. വന്നാൽ തന്നെ അയാളെ ഞാൻ കെടുത്തും. നീ കണ്ടോ? വിടില്ലേ ഞാൻ. നീ വണ്ടി എടുത്തേ. അയാളുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് കലി അടക്കാൻ പറ്റില്ല. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന്
അവന്റെ പാപം മറക്കുകയില്ല. ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. പ്രഭാഷകൻ 28-ാം അധ്യായം 1-6 വാക്യങ്ങൾ. വണ്ടിയോട്. ആ നീ വണ്ടി അവിടെ നിർത്തിയേ. ആ അവിടെ. നീ കവലയിലേക്കല്ലേ? അതെ, ഞാൻ അങ്ങോട്ട് ഇല്ല. ആ ഓ, എന്നാലും എന്റെ ചേട്ടാ, ചേട്ടൻ ഇത്രയും വലിയൊരു നടനാന്ന് ഞാൻ വിചാരിച്ചില്ലേ. നടനോ? ഞാനോ? ആ ചേച്ചിയോട് അത്രയല്ല ലോഹ്യത്തില് പത്രോസിന്റെ വിവരങ്ങളൊക്കെ തിരക്കിയപ്പോ അവര് വിചാരിച്ചു കാണോ ചേട്ടന്റെ മനസ്സിലിങ്ങനെ വൈരാഗ്യത്തിന്റെ കനല് എരിഞ്ഞു കത്തി കിടക്കണ്ടെന്ന്. അതാ ഞാൻ പറഞ്ഞത് ചേട്ടൻ എന്തൊരു നടനാണെന്ന്. മതിയടാ അവന്റെ ഒരു. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, 4 ജനത്തിന്റെ മുന്നില് തല്ലുകൊണ്ട് നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വന്ന മനസ്സിന്റെ പകയുടെ ആഴം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ചവനെ അറിയൂ. എടാ, ആ കിടന്ന കിടപ്പില് അവന്റെ വീട്ടിൽ കയറി 2 കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അത് വിടുകേട്ടാ, അങ്ങനെയെല്ലാം ചെയ്തതിന്റെ ഫലമായിരിക്കുമല്ലേ ഇപ്പോ ആ പത്രോസേട്ടൻ അനുഭവിക്കുന്നത്. ആയിരിക്കുന്നല്ല, ആണ്. 1-2 ആളുകളെയാണോ ആ കശ്മലൻ ദ്രോഹിച്ചിരിക്കുന്നത്? അതെല്ലാം കിടന്ന കിടപ്പിൽ കിടന്ന് അനുഭവിക്കാതെ പോവോ? ഇല്ലടാ, ഇതെല്ലാം ഇവിടെ കിടന്ന് ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ട് അവൻ പോവും. നശിച്ചോർക്ക് മധ്യസ്ഥനീ അന്ധമാം ലോകത്തിൻ പാപാന്ധകാരത്തിൽ അസ്തമിക്കുന്നോർ കാലംബമേ ഉമ്മേ സ്നേഹത്തിലലിയുന്ന നാഥേ ആശ നശിച്ചോർക്ക് മധ്യസ്ഥനീ. ലില്ലി ചേച്ചി, ഞാൻ അച്ഛനോട് പറഞ്ഞു ചേച്ചി വന്നിട്ടുണ്ടെന്ന്. ചേച്ചിക്ക് പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ? ഇല്ല ജോണി. ആ, അച്ഛനെ കാണാൻ വേണ്ടി കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പുതിയ പരീക്ഷാൾ പണിയുന്നുണ്ടല്ലോ, അതിന്റെ ആളുകളാ. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ല ജോണി, അച്ഛന് തിരക്കാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അച്ഛൻ എന്ത് ബുദ്ധിമുട്ട് ചേച്ചി? ചേച്ചി അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി. ആവശ്യം നമ്മുടെ അല്ലേ. പിന്നെ പത്രോസേട്ടന് ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല ജോണി, എന്നാലും അല്പം ഭേദമുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ ഇനി അധികം വൈകിപ്പിക്കാൻ പറ്റില്ലെന്നാണ്. പക്ഷേ ആ, ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എങ്ങനെയാ? അച്ഛൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുള്ളല്ലേ. ചേച്ചി വിഷമിക്കണ്ട, പത്രോസേട്ടന്റെ അസുഖമൊക്കെ മാറും. ഡോക്ടറോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അടുത്ത ആഴ്ച ഓപ്പറേഷൻ നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലച്ചോ, അതിപ്പോ ലില്ലിയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. പണത്തിൻ്റെ കാര്യമൊന്നും ഓർത്ത് ലില്ലി ടെൻഷൻ അടിക്കണ്ട. പത്രോസിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പള്ളി കമ്മിറ്റി പറഞ്ഞപ്പോൾ ഒരു ഫണ്ട് പാസ്സാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജ്വല്ലറി നടത്തുന്ന റഷീദിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അയാളും സഹായിക്കാമെന്ന് പറഞ്ഞു. കൂടാതെ ഡോക്ടറും ആശുപത്രിയുമെല്ലാം എന്തിനും ഏതിനും നമ്മുടെ കൂടെയുണ്ട്. എല്ലാം കൂടിയാവുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോ മറുപടി പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലച്ചോ. നല്ല കാലത്തൊരിക്കലും ആർക്കും ഒരു നല്ലത് ചെയ്തിട്ടില്ല എൻ്റെ ചേട്ടൻ.
മദ്യപിച്ചും വഴക്കുണ്ടാക്കിയും ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും പാഴാക്കി. എന്നിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ അച്ഛനും ഈ നാട്ടുകാരും ഞങ്ങളെ സഹായിക്കാനും ഞങ്ങളോടൊപ്പം നിൽക്കാനും മനസ്സ് കാണിക്കുമ്പോ എന്റെ കർത്താവേ, നന്ദിയുണ്ടോ? ലില്ലി, മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളും അവരുടെ കൂട്ടുകെട്ടുകൾ കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ആ രീതിയിലേക്ക് വഴിതെറ്റിപ്പോയവരാ. അതിൽ ചില ആളുകൾ അത് മനസ്സിലാക്കി നല്ല പാതയിലെത്തും. ചിലരത് മനസ്സിലാക്കാതെ മോശം വഴിയിലൂടെ മുന്നോട്ട് തന്നെ പോകും. ഫലമോ ചെയ്ത തെറ്റുകളും കടന്നു വന്ന വഴിയും അവർ തിരിച്ചറിയുന്നത് ജീവിതത്തിൽ ദുർഘടമായ വഴിയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴാണ്. അങ്ങനെയൊരു പരീക്ഷണമാണ് ഇപ്പോൾ പത്രോസിൻ്റേത്. നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഈ ഒരു അവസ്ഥയിൽ പത്രോസ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കൈത്താങ്ങാവുകയാണ് കർത്താവിൻ്റെ അനുയായികളായ നാം ചെയ്യേണ്ടത്. അതെ അച്ഛോ, ഇപ്പൊ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ചേട്ടൻ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. ആ പിന്നെ അച്ഛോ, ചേട്ടന് ഓപ്പറേഷൻ മുമ്പൊന്ന് കുമ്പസാരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഒരാഗ്രഹം പറഞ്ഞു. തീർച്ചയായും വേണം ലില്ലി. കുമ്പസാരം കൊണ്ട് ഇതുവരെ ചെയ്തു പോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് തന്നെ വേണം പത്രോസ് നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 18 വാക്യം. ഗബ്രിയേലേട്ടാ, ഇങ്ങൊന്നേ. ആ എന്താടാ? അറിഞ്ഞില്ലേ എന്ത്? നമ്മുടെ നടവരുമ്പത്തെ പത്രോസേട്ടൻ മരിച്ചു. എപ്പോ? ഒരു 5 മിനിറ്റായി കാണും. അല്ല, ചേട്ടനാ ക്ലീറ്റസ് ചേട്ടനെ കണ്ട? ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആണോ? ആ എങ്കിൽ ശരിയെന്നാ. ഹലോ, ചേട്ടോ, ചേട്ടാ, ക്ലീറ്റസ് ചേട്ടാ, ആ ഇങ്ങൊന്നേ. എന്താടാ? ചേട്ടാ അറിഞ്ഞില്ലേ ആ പത്രോസേട്ടൻ? എന്ത്? അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ? എന്താടാ? ആ പത്രോസേട്ടൻ മരിച്ചു. അതേട്ടാ, 1.5 മണിക്കൂർ പോലും ആയിട്ടില്ല. തീർന്നോ? ഇത്ര വേഗോ? കുറെ കൂടി കിടന്ന് നരയിച്ച് ചാവേണ്ടതായിരുന്നു അവൻ. അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. എന്തോരം കാശ് മുടക്കിയത് ഇടവക്കാരെ കൂടി. അതെല്ലാം വെറുതെ ആയില്ലേ? സഹോദരനോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. മത്തായി 8 അധ്യായം 35 വാക്യം. ലില്ലി, ഇനി വിഷമിച്ചതുകൊണ്ട് എന്താ കാര്യം? പത്രോസിന് കർത്താവ് അത്രയേ ആയുസ് കൊടുത്തിരുന്നുള്ളൂ. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതിലപ്പുറം നമ്മൾ ചെയ്തതല്ലേ. ഇനി ലില്ലി ചെയ്യേണ്ടത് പത്രോസിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇവന് വേണ്ടി ജീവിക്കുക. അതെ അച്ഛോ, എനിക്ക് സങ്കടമില്ല. കാരണം എന്റെ ചേട്ടൻ ഈ ഭൂമിയിൽ ചെയ്ത സകല പാപങ്ങൾക്കും പശ്ചാത്തപിച്ചും പ്രായശ്ചിത്തം ചെയ്തും പരിഹാരം ചെയ്തുവാ പോയത്. ഇനിയെല്ലാം ദൈവത്തിൽ അർപ്പിച്ച് എനിക്ക് എന്റെ മോന് വേണ്ടി ജീവിക്കണം. അതെ, അതാ വേണ്ടത്. അങ്ങനെ ചിന്തിക്ക്. മോനിപ്പോ 7th സ്റ്റാൻഡേർഡിലല്ലേ? അതെ. മോൻ നന്നായി പഠിക്കണം കേട്ടോ. ഇനി അമ്മയെ നോക്കേണ്ടത് മോനാ. പിന്നെ ഇവന്റെ പഠിത്തത്തിന്റെ കാര്യമോർത്ത് ലില്ലിക്ക് ഒരു പ്രയാസവും വേണ്ട. ഇവന് എവിടെ വരെ വേണമെങ്കിലും പഠിക്കാം. അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തോളാം. അത് ഞാൻ ഏത് ഇടവയിലായിരുന്നാലും ശരി. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. വിലാപങ്ങൾ 3 അധ്യായം 22-23 വാക്യങ്ങൾ.
നന്ദിയുണ്ട് അച്ചോ. ചെയ്തു തന്ന ഉപകാരങ്ങൾ മരിച്ചാലും മറക്കില്ല. മോനെ ജഫിൻ, അമ്മ പറയുന്നതനുസരിച്ച് നല്ല കുട്ടിയായി വളരണം. ഇനിയിപ്പോ നിങ്ങള് ചേട്ടന്റെ കുഴിക്കലൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് പോകും. എങ്കിൽ ശരി. ശരി മോനെ. അച്ഛന് സ്തുതി കൊടുക്കും മോനെ. ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്ലീറ്റസേട്ടാ, ആ ആ നീയോ? എന്റെ ചേട്ടാ, ചേട്ടനെ സമ്മതിക്കണം. മരിച്ച് മണ്ണിനടിയിലായിട്ടും ഇങ്ങനെ പുറകെ, പിന്നെ പുറമെ കാണുന്നവർ വിചാരിക്കും ഇവിടെ പത്രോസേനോടുള്ള സ്നേഹം കൊണ്ട് കുഴിമാടം സന്ദർശിച്ചായിരിക്കുമെന്ന്. പക്ഷെ എനിക്കല്ലേ അറിയൂ ചേട്ടന്റെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. അതേടാ, എന്റെ കലി അങ്ങോട്ട് അടങ്ങിയിട്ടില്ല. എന്നോട് ചെയ്തതും പറഞ്ഞതൊക്കെ എന്റെ കൺമുന്നിൽ തെളിഞ്ഞു വരും. അപ്പൊ ഇടയ്ക്ക് ഇവിടെ ഒന്ന് രണ്ട് ചീത്ത വിളിച്ചു പോകുമ്പോ മനസ്സിന് അല്പം സമാധാനം കിട്ടും. അല്ല, നീ എന്താ ഇവിടെ? അപ്പൊ മനസ്സിൽ പകവന്ന് കയറിപ്പോ എന്നോട് പറഞ്ഞതൊക്കെ മറന്നുപോയോ? എന്ത്? ചേട്ടൻ മില്ലിൽ തടി നോക്കാൻ പോവാന്ന് പറഞ്ഞിരുന്നില്ല ഇന്നലെ? ഞാൻ ആ ഗബ്രിയേലിന്റെ കടയിൽ നിൽക്കുമ്പോഴാ ചേട്ടൻ ഇങ്ങോട്ട് പോയിരുന്ന കണ്ടത്. ഞാൻ വിചാരിച്ച അച്ഛനെ കാണാനാണെന്ന്. അപ്പോഴല്ലേ ചേട്ടൻ സെമിത്തേരിയിലേക്ക് പോയിരുന്ന കണ്ടത്. അതും ഇവിടെ പത്രോസേനോട് പ്രതികാരം ചോദിക്കാൻ. എന്റെ ദേഷ്യം ഇത്തിരി അടങ്ങിയിരിക്കുന്നോണ്ടേ ഞാനൊന്നും മിണ്ടുന്നില്ല. നീ വന്നേ, നമുക്ക് മെല്ലേക്ക് പോവാം. ക്ലീറ്റസ് ഏട്ടാ, ഇതൊന്നും അത്ര ശരിയല്ല ഏട്ടാ. മനുഷ്യന് ഇത്രയ്ക്ക് ക്രൂരനാവാൻ പാടില്ല. ഇതിത്തിരി കൂടുതലാ. ക്ലീറ്റസ് ഏട്ടാ, ഇത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. നിന്റെ പ്രോത്സാഹനം ആർക്കും വേണടാ. അവനോടുള്ള എന്റെ കലി എന്റെ മരണം വരെ അടങ്ങില്ല. അത്രയ്ക്ക് വെറുപ്പ് എനിക്ക് അവനോട്, അത്രയ്ക്ക് വെറുപ്പ്. എന്റെ ചേട്ടാ ഒന്ന് പോടാവണെന്ന്. ഇതാരാ, ലില്ലിയോ? പിന്നെ എന്റെ പത്രോസിന്റെ മോനോ? ചേച്ചി മിണ്ടരുത്, ഇയാളോട് സംസാരിക്കരുത്. എന്താ എന്താ സെവി? ഒന്നുമില്ലെന്നേ. അല്ല ചേച്ചി, ഇയാള് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം വെറും കപടമാ. ഇയാളുടെ മനസ്സ് നിറയെ പ്രതികാര. കാലം ഇത്രയും കഴിഞ്ഞിട്ടും പത്രോസേട്ടൻ മരിച്ചിട്ട് പോലും പണ്ട് ഇയാളോട് ചെയ്തതിന് ഇന്നും ഉള്ളിൽ പകയായിട്ട് നടക്കയാള്. നിർത്തടാ നിന്നെ ഞാൻ. എന്ത് നിർത്താനാടോ? നീ ഇനി എന്നെ പറ്റി ഒരാശ്രമം വേണ്ടിയാ? നിനക്കറിയാലേ ക്ലീറ്റസിനെ. ഇവരെല്ലാം അറിയണം. ഇനിയും ഞാൻ ഇവരോട് ഇത് പറയാതിരുന്ന തനിക്ക് കൂട്ടുന്ന ഞാൻ തന്നേക്കാ വലിയ നീതനായി പോവും. എന്റെ ഈശോയെ, എന്താ ഇത്? എനിക്കറിയില്ല ചോ. എടാ സെബി, വിടാൻ. നിങ്ങളോടാണ് പറഞ്ഞത് വിടാൻ. മാറി നിൽക്കാൻ. നിന്നെ വെറുതെ വിടടാ. ഇത്രയും കാലം കൂടെ നടന്നിട്ട് നീ എനിക്കിട്ട് തന്നെ തിരിഞ്ഞു കൊത്തിയല്ലേ? നീ ഇപ്പൊ എന്നോട് ചെയ്തതിന് എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ പകരം ചോദിക്കൂടാ. കാണാ കാണാം. ക്ലീറ്റസേ, ഒന്നവിടെ നിന്നേ. അച്ഛോ, അച്ഛൻ ഇതിന്റെ അഭിപ്രായം എന്ന് പറയണ്ട. ചേട്ടാ, നീ വിട്ടരുത്. മറക്കില്ലടാ ഞാൻ. നീ ചെവി നുള്ളിക്കോ. എന്താ ലില്ലി? എനിക്കറിയില്ല അച്ഛാ. ഞാൻ പറയാച്ചോ, എനിക്കറിയാലോ.
ദേ, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇതിന്റെ പേരിൽ ഇനി ഗ്ലീറ്റസിനോടൊരു വഴക്കോ പിണക്കോ പാടില്ല. സെബി നിന്നോടാ പറഞ്ഞത്. ഇല്ലച്ചോ, ഞാനായിട്ട് ഇനി ഒന്നിനും പോവില്ല. വാ, നടക്ക്. ആ സെബി, നീ ഏതായാലും ഇവരെ കൊണ്ട് വീട്ടിലാക്കിയിട്ടേ പോകാവൂ. ശരിയച്ചോ. ഏ ക്ലീറ്റസേ, ക്ലീറ്റസേ, എന്താ? കരയണ്ട, എഴുന്നേൽക്ക്. അച്ഛോ, എനിക്ക് ഈ പള്ളി കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല അച്ഛോ. എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു എന്റെ ചിന്തകളും പ്രവൃത്തികളും തെറ്റാണെന്ന്. എന്റെ വൈരാഗ്യവും ദേഷ്യം കൂടിയപ്പോ അത് അച്ഛനവരെ ചീത്ത വിളിക്കുന്നിടത്ത് എത്തിയില്ലേ. ഇനി എനിക്ക് വയ്യ അച്ഛോ. തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛോ. എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. ലില്ലി, എന്നോട് ക്ഷമിക്കും. ലില്ലി, എന്നോട് ക്ഷമിക്കും. സെബി, എന്നോട് പൊറുക്കടാ. ക്ലീറ്റസ് വാ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. സങ്കീർത്തനങ്ങൾ 51 അധ്യായം 10 വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.